ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് നമുക്കൊരു ചിക്കൻ തോരൻ വെച്ചാലോ? ഇതുപോലെ ടേസ്റ്റി ആയിട്ട് അടിപൊളിയായിട്ടൊരു ചിക്കൻ തോരൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ മുഴുവൻ മസാല എടുക്കുന്നുണ്ട്. ഗ്രാമ്പൂ, ഏലക്ക, പട്ട അങ്ങനെ. പിന്നെ പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കറിവേപ്പില, പിന്നെ വേണ്ടത് കുറച്ച് ചെറിയ ഉള്ളിയും പിന്നെ 2-3 സവാള ചെറുതായിട്ട് അരിഞ്ഞതും. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് മസാലയാണ്. മസാല മുളക് പൊടി എടുത്തിട്ടുണ്ട്, ഗരം മസാല, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ ഇച്ചിരി ചിക്കൻ മസാല, ഉപ്പ്, മല്ലിപ്പൊടി ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർക്കാം. അപ്പോൾ ഇവിടെ ഒരു അരമുറി തേങ്ങ ഞാൻ പെരുംജീരകം ചേർത്ത് ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി വേണ്ടത് ചിക്കൻ നാടൻ ചിക്കൻ ആയതുകൊണ്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വേവിച്ച് എടുത്തിട്ടുണ്ട്. ഇനി ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. അതിനുശേഷം കടുകും കറിവേപ്പിലയൊക്കെ ഇട്ട് താളിക്കുക. ഇനി നമുക്ക് ഗ്രാമ്പൂ, ഏലക്ക, പട്ട അതെല്ലാം ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ സവാളയും പച്ചമുളകും ഒക്കെ ഇട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഉള്ളിയുടെയൊക്കെ നിറം ഒന്ന് മാറി വരുമ്പം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഉപ്പും കൂടെ ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം ചിക്കൻ നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കനും കൂടെ ചേർത്ത് നല്ലവണ്ണം ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മുടെ മസാലപ്പൊടി എല്ലാം കൂടെ നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് നല്ലവണ്ണം അതും ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കൊരു 10 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് ഇതിനെ വേവിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ ബ്രോയിലർ ചിക്കൻ ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് തന്നെ ആഡ് ചെയ്യാം. ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടൊന്നും വേവിക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ചിക്കൻ ഏകദേശം ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പെരുംജീരകവും തേങ്ങയും കൂടെ ചതച്ച ആ ഒരു കൂട്ട് അത് ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് നന്നായിട്ട് ഇളക്കുക. ചെറു തീയിലിട്ടിട്ട് ഇച്ചിരി പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലേക്ക് അതിൻ്റെ മുകളിലൊന്ന് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഓപ്ഷണലാണ്, വേണമെങ്കിൽ നമുക്ക് ഏലക്കാപ്പൊടിയൂടെ കുറച്ചൊന്ന് വിതറി കൊടുക്കാം. അപ്പം നമ്മുടെ ചിക്കൻ തോരൻ റെഡിയായി. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നോക്കിയിട്ട് കമൻസിലൂടെ എന്നെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ ഇതുപോലെ നല്ലൊരു വീഡിയോയുമായി വരാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ. Thank you for watching.